ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് എങ്ങനെയാണ് വിത്ഡ്രോ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ വിത്ഡ്രോ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡിയിലോട്ട് ഒരു OTP പോകും. ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ പേ ഔട്ട് എത്രയാണുള്ളത്, നിങ്ങളുടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് എത്രയാണുള്ളത്, ഏതിലോട്ടാണ് നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഞാൻ നോർമലി റൈസ് എന്ന് പറയുന്ന വാലറ്റിലോട്ടാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. റൈസ് സെലക്ട് ചെയ്യുക, അതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സക്സസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഈ ഒരു ഫണ്ട് ഒരു 2 to 4 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റൈസ് എന്ന് പറയുന്ന വാലറ്റിലോട്ട് ഫണ്ട് ക്രെഡിറ്റ് ആവും. ഫണ്ട് ക്രെഡിറ്റ് ആയതിനു ശേഷം റൈസിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ ബിനാൻസിലോട്ടോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലേക്കോ ഫണ്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ എൻ്റെ ട്രസ്റ്റ് വാലറ്റും അതേപോലെ തന്നെ ബിനാൻസും ബാങ്ക് അക്കൗണ്ടും റൈസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ബാങ്ക് അക്കൗണ്ടിലോട്ട് ഞാനൊരു $100 ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര എമൗണ്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഇവിടെ എത്രയാണ് $100 എന്ന് പറയുന്നത് എത്ര ഇന്ത്യൻ ആറാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ എത്ര ടൈം കൊണ്ടാണ് ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. ഇവർ നോർമലി പറയുന്ന ഒരു 2 hours കൊണ്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും എന്നുള്ളതാണ്. ബട്ട് ഒരു 10 to 15 മിനിറ്റ് കൊണ്ട് തന്നെ സാധാരണ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിനാൻസ് യൂസ് ചെയ്ത് ബിനാൻസിലോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ബിനാൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബിനാൻസിലോട്ടും ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങളുടെ ഫണ്ട് ക്രെഡിറ്റ് ആവും. ബിനാൻസിലോട്ട് എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിനാൻസിൽ നിന്നും ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CoinDCX പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലോട്ട് ഫണ്ട് മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം.